നമസ്കാരം. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണയുടെ കള്ളപ്പണക്കേസ് അന്വേഷണത്തിനെത്തിയ ഇ.ഡി. ഉദ്യോഗസ്ഥരെ ആക്രമിച്ച CPM ഗുണ്ടകൾ ഇപ്പോൾ ജയിലിലാണ്. രാജ്യത്തിനെതിരായ കുറ്റകൃത്യം എന്ന് പ്രതികളുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിനിടയിൽ കോടതി പരാമർശിച്ച സ്ഥിതിക്ക് ഇനി എന്ന് ജാമ്യം കിട്ടുമെന്ന കാര്യത്തിൽ പോലും വ്യക്തതയില്ല. ഇതിനിടയിൽ ഇ.ഡി. ഉദ്യോഗസ്ഥർ സഞ്ചരിച്ച തകർക്കപ്പെട്ട കാറിന്റെ ഡ്രൈവറെ സ്വാധീനിക്കാൻ ശ്രമിച്ചെന്നുള്ള വിവരവും പുറത്തുവരുന്നുണ്ട്. മുൻ നഗരസഭാ കൗൺസിലറായ IP ബിനുവും അകത്താണ്. ഒടുവിലിരിക്കുമ്പോൾ ബിനു പാർട്ടി പറഞ്ഞിട്ടാണ് എല്ലാം ചെയ്തത്, പാർട്ടിക്ക് വേണ്ടിയാണ് എല്ലാം ചെയ്തത് എന്നൊക്കെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു. അതിനുശേഷമാണ് ബിനുവിനെ പോലീസ് പൊക്കിയത്. ഇ.ഡി. ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവം CPM നേതൃത്വത്തെ ഒന്നാകെ കടുത്ത നിയമക്കുരുക്കിലേക്ക് കൊണ്ടുപോകുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. കേസിൽ അറസ്റ്റിലായ CPM പാളയം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയും മുൻ കൗൺസിലറുമായ IP ബിനു ഉൾപ്പെടെയുള്ളവരുടെ ജാമ്യ ഹർജി കോടതി തള്ളിയതോടെ വരുന്ന ദിവസങ്ങളിൽ പാർട്ടി കൂടുതൽ പ്രതിരോധത്തിലാകുമെന്ന് വ്യക്തമാണ്. ബിനുവിൻ്റെ വിവാദ ഫേസ്ബുക്ക് പോസ്റ്റും കേസിലെ നിർണായക സാക്ഷിയെ സ്വാധീനിക്കാൻ റഹീം നടത്തിയ നീക്കങ്ങളും അതീവ ഗൗരവമുള്ളതാണ്. ഇ.ഡി. ഉദ്യോഗസ്ഥർക്ക് നേരെയുണ്ടായ ക്രൂരമായ വധശ്രമം വെറും ഒരു സ്വാഭാവിക ജനരോഷമല്ലെന്നും പാർട്ടിയുടെ നിർദ്ദേശപ്രകാരം നടന്ന ആസൂത്രിത ഗൂഢാലോചനയാണെന്നും ഇപ്പോൾ വ്യക്തമായിട്ടുണ്ട്. റെയ്ഡ് നടക്കുന്നു എന്ന വാർത്ത പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെ തലസ്ഥാന നഗരിയിൽ അഴിച്ചുവിട്ട അക്രമങ്ങൾക്ക് പിന്നിൽ കൃത്യമായ തിരക്കഥയുണ്ടെന്ന നിഗമനത്തിലാണ് അന്വേഷണ സംഘം. ഈ സാഹചര്യത്തിൽ CPM ഔദ്യോഗിക നേതൃത്വം തന്നെ കേസിൽ പ്രതിക്കൂട്ടിലാകാനുള്ള സാധ്യതകളാണ് ഇപ്പോൾ തെളിഞ്ഞു വരുന്നത്. പോലീസിന് മുന്നിൽ കീഴടങ്ങുന്നതിന് മുമ്പ് തന്നെ ബിനു ഫേസ്ബുക്കിൽ പങ്കുവെച്ച കുറിപ്പിലെ വരികൾ CPMന് ഇനിയുള്ള ദിവസങ്ങളിൽ വലിയ പ്രഹരമായി മാറും എന്നുള്ള കാര്യം ഉറപ്പാണ്. പിടിച്ചതല്ല, പിടികൊടുക്കുന്നതാണ്. പാർട്ടി ഏൽപ്പിച്ച ഉത്തരവാദിത്വങ്ങൾ 100% ആത്മാർത്ഥതയോടുകൂടി ചെയ്യുക എന്നതാണ് എൻ്റെ നിലപാടും ശരിയും എന്നാണ് ബിനു ഫേസ്ബുക്കിൽ പോസ്റ്റിലൂടെ വ്യക്തമാക്കിയത്. ഈ പോസ്റ്റ് വെറുമൊരു രാഷ്ട്രീയ പ്രതികരണമല്ല, മറിച്ച് ഇ.ഡി. ഉദ്യോഗസ്ഥരെ ആക്രമിക്കാൻ പാർട്ടി നേതൃത്വം നൽകിയ കൃത്യമായ ഉത്തരവാദിത്വം താൻ നടപ്പിലാക്കി എന്നതിൻ്റെ പരസ്യമായ കുറ്റസമ്മതമായാണ് കേന്ദ്ര ഏജൻസികൾ പോലും ഈ ഫേസ്ബുക്ക് പോസ്റ്റിനെ വിലയിരുത്തുന്നത്. ഡിജിറ്റൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഗൂഢാലോചനാ കുറ്റത്തിന് പാർട്ടി നേതാക്കളെ കൂടി കേസിൽ പ്രതി ചേർക്കാൻ ഇ.ഡിക്ക് ഇത് ശക്തമായ ആയുധമാകും എന്നുള്ള കാര്യം ഉറപ്പാണ്. കേന്ദ്ര ഉദ്യോഗസ്ഥരെ ചുടുകട്ട കൊണ്ട് അടിച്ചു കൊലപ്പെടുത്താൻ ശ്രമിച്ച സംഭവത്തിൽ പാർട്ടിക്ക് നേരിട്ട് പങ്കുണ്ടെന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത് നേതാക്കളെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. വധശ്രമം, ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ തുടങ്ങിയ കടുത്ത വകുപ്പുകൾ ചുമത്തിയിട്ടുള്ളത് കൊണ്ട് തന്നെ IP ബിനു ഉൾപ്പെടെയുള്ളവർക്ക് ദീർഘനാൾ ജാമ്യം ലഭിക്കാതെ ജയിൽവാസം അനുഭവിക്കേണ്ടി വരാനാണ് സാധ്യത. സമാനമായ സംഭവം, അതായത് റെയ്ഡിനെത്തിയ ഇ.ഡി. ഉദ്യോഗസ്ഥരെ ആക്രമിച്ച ബംഗാളിലെ നേതാക്കൾ 2 വർഷങ്ങൾക്കിപ്പുറവും ജയിലിലാണ്. അത് വെച്ച് നോക്കുമ്പോൾ CPM ഗുണ്ടകൾ അടുത്ത കാലത്തൊന്നും പുറത്തിറങ്ങാൻ സാധ്യതയില്ല. IP ബിനുവിൻ്റെ കുറ്റസമ്മതത്തിനു പിന്നാലെയാണ് കേസിലെ 1ാം സാക്ഷിയാകാൻ സാധ്യതയുള്ള വാടകക്കാരൻ്റെ ഡ്രൈവർ ശ്യാമിനെ സ്വാധീനിക്കാൻ CPM സംസ്ഥാന കമ്മിറ്റി അംഗവും ജില്ലാ സെക്രട്ടറിയുടെ താൽക്കാലിക ചുമതലയുമുള്ള റഹീം നേരിട്ട് രംഗത്തിറങ്ങിയത് എന്നുള്ള വിവരം പുറത്തു വരുന്നത്. അക്രമികൾ തകർത്ത കാറിൻ്റെ ഡ്രൈവറായ ശ്യാം താനൊരു CPM അനുഭാവിയായിരുന്നിട്ടും തൻ്റെ ഉപജീവന മാർഗം തകർത്തതിലുള്ള വിഷമം മാധ്യമങ്ങൾക്ക് മുന്നിൽ പങ്കുവച്ചിരുന്നു. ഇതിന് തൊട്ട് പിന്നാലെയാണ് റഹീം ശ്യാമിന് നേരിട്ട് വിളിച്ച് സംസാരിക്കുകയും കാറിൻ്റെ കേടുപാടുകൾ തീർക്കാൻ പാർട്ടി വകയായി വലിയ തുക നഷ്ടപരിഹാരം നൽകുമെന്ന് പ്രഖ്യാപിക്കുകയുമൊക്കെ ചെയ്തത്. പുറത്തുനിന്ന് നോക്കുമ്പോൾ ഇതൊരു മാനുഷിക പരിഗണനയായി തോന്നാമെങ്കിലും വിചാരണവേളയിൽ കേസിൻ്റെ ഭാവി നിശ്ചയിക്കുന്ന ഏറ്റവും നിർണായക സാക്ഷിയെ ഒപ്പം നിർത്താനും പ്രലോഭിപ്പിക്കാനുമുള്ള പ്രത്യക്ഷ നീക്കമായാണ് ഇ.ഡി. ഉൾപ്പെടെയുള്ളവർ ഇതിനെ കാണുന്നത്. കേസ് കോടതിയിൽ വരുമ്പോൾ ഡ്രൈവർ മൊഴി മാറ്റിയാൽ പോലും വിചാരണയ്ക്ക് മുമ്പ് പ്രതിസ്ഥാനത്തുള്ള പാർട്ടിയുടെ ഉന്നത നേതാവ് സാക്ഷിയുമായി നടത്തിയ സാമ്പത്തിക ഇടപാടുകളും ചർച്ചകളും കോടതിയിൽ ചൂണ്ടിക്കാണിക്കാൻ പ്രോസിക്യൂഷന് സാധിക്കും. ഇത് റഹീമിനെയും പ്രതിരോധത്തിലാക്കും. സാക്ഷികളെ സ്വാധീനിക്കാനും തെളിവുകൾ നശിപ്പിക്കാനും പ്രതിഭാഗം ശ്രമിക്കുന്നു എന്നതിന് ഇതിനേക്കാൾ വലിയ തെളിവ് ഇനി പ്രോസിക്യൂഷന് ആവശ്യമില്ല. പ്രതികളുടെ ജാമ്യാപേക്ഷയെ ശക്തമായി എതിർക്കാൻ കോടതിയിൽ ഇ.ഡി. ഉന്നയിച്ച പ്രധാന വാദവും ഇതുതന്നെയായിരുന്നു. നിയമ സംവിധാനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് സാക്ഷിയെ സ്വാധീനിക്കാൻ MP പദവിയിലിരിക്കുന്ന ഒരാൾ ശ്രമിച്ചത് കോടതിയും അതീവ ഗൗരവത്തോടെയാണ് കണക്കിലെടുത്തിട്ടുള്ളത്. ഇതാണ് പ്രതികൾക്ക് ജാമ്യം നിഷേധിക്കപ്പെടുന്നതിലേക്ക് കാര്യങ്ങളെ എത്തിച്ചത്. ഈ കേസിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജികൾ ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വരാനിരിക്കുമ്പോഴാണ് നിലവിലെ സംഭവ വികാസങ്ങൾ CPMന് കടുത്ത തിരിച്ചടി നൽകിയിരിക്കുന്നത്. ക്രമസമാധാന തകർച്ചയും കേന്ദ്ര ഏജൻസികൾക്ക് നേരെയുള്ള ആക്രമണവും ചൂണ്ടിക്കാട്ടി കേസ് CBIക്ക് വിട്ടാൽ അന്വേഷണം പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വത്തിലേക്ക് നേരിട്ടെത്തും. ഗൂഢാലോചനയിൽ പങ്കാളികളായ ഉന്നത ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യാനും അറസ്റ്റ് ചെയ്യാനും CBIക്ക് യാതൊരു തടസ്സവും ഉണ്ടാകില്ല. പാർട്ടി ഏൽപ്പിച്ച ഉത്തരവാദിത്വമാണ് താൻ ചെയ്തത് എന്ന IP ബിനുവിൻ്റെ പരസ്യമായ വെളിപ്പെടുത്തൽ കേന്ദ്ര ഏജൻസികൾക്ക് മുന്നിൽ പാർട്ടിയെ പൂർണ്ണമായും പ്രതിരോധത്തിലാക്കുകയാണ്.
വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ ഡിജിറ്റൽ തെളിവുകൾ പുറത്തു കൊണ്ടുവരാനും നേതാക്കളുടെ ഫോൺ കോളുകൾ കേന്ദ്രീകരിച്ച് അന്വേഷണം വ്യാപിപ്പിക്കാനുമാണ് ഇഡിയുടെ നീക്കം. ചുരുക്കത്തിൽ രാഷ്ട്രീയ പ്രതിരോധത്തിന്റെ ഭാഗമായി CPM പ്രാദേശിക നേതൃത്വം അഴിച്ചുവിട്ട അക്രമം ഇപ്പോൾ പാർട്ടിയുടെ അന്തകനായി മാറുന്ന കാഴ്ചയാണ് കാണുന്നത്. നിയമത്തിന്റെ വഴിയിലൂടെ നീങ്ങുന്ന കേന്ദ്ര ഏജൻസികൾക്ക് മുന്നിൽ രാഷ്ട്രീയ തന്ത്രങ്ങൾ ഫലിക്കില്ലെന്ന സൂചനയാണ് കോടതി നിലപാടുകൾ വ്യക്തമാക്കുന്നത്. ഇനിയുള്ള ദിവസങ്ങളിൽ കൂടുതൽ അറസ്റ്റുകളിലേക്കും ഉന്നതതല ചോദ്യം ചെയ്യലുകളിലേക്കും കേസ് വഴിമാറും എന്നുള്ള കാര്യം ഉറപ്പാണ്. കടകംപള്ളി സുരേന്ദ്രനും ഡബിൾ റഹീമും ജോൺ ബ്രിട്ടാസും MV ഗോവിന്ദനും V ജോയിയും അടക്കമുള്ള നേതാക്കളാണ് ഇതിനെല്ലാം നേതൃത്വം നൽകിയത് എന്ന് ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ബ്രാഞ്ചുകളിലേക്ക് ബന്ധപ്പെട്ട് എത്രയും വേഗം കഴിയുന്നത്ര പ്രവർത്തകർ സംഭവ സ്ഥലത്ത് എത്തണമെന്ന് നിർദ്ദേശം നൽകിയത് ആര്യ രാജേന്ദ്രനാണെന്നുള്ള ആരോപണവും ഉയരുന്നുണ്ട്. നേതാക്കളുടെ അറിവോടെയല്ലാതെ ഇങ്ങനെയൊരു അക്രമം നടക്കില്ല എന്നുറപ്പാണ്. അതുകൊണ്ട് തന്നെ അന്വേഷണം നേതാക്കളിലേക്ക് എത്താനും നേതാക്കൾ ജയിലിലേക്ക് പോകാനുമുള്ള സാധ്യത ഏറെയാണ്.